നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ഡോക്ടറെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ അലീന നൌഷാദാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ഡോക്ടർ. നമസ്കാരം. ഓക്കെ ഡോക്ടർ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ വിഷയം പകർച്ചരോഗങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുകളുമാണ്. അപ്പോൾ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474293111 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 4:30 വരെയാണ് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള സമയം. അപ്പം പകർച്ചരോഗങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുകളുമാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ വിഷയം. ഡോക്ടർ അലീന നൌഷാദ്, പീഡിയാട്രിക് ആൻഡ് നിയോനാറ്റോളജി, മെഡിട്രീന ഹോസ്പിറ്റലാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ആദ്യം കോൾ എത്തുന്നുണ്ട്, നമുക്കൊന്ന് കോളിലേക്ക് പോകാം. അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് എന്താണ് ഈ പകർച്ചവ്യാധി എന്നൊന്ന് പറയാം അല്ലേ ഡോക്ടർ? എന്താണ് പകർച്ചവ്യാധി? പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ പകരുന്ന രോഗങ്ങൾ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുവാൻ സാധ്യതയുള്ള രോഗങ്ങളെയാണ് നമ്മൾ പകർച്ചവ്യാധി എന്ന് പറയുന്നത്. അപ്പം പകർച്ചവ്യാധികൾ തന്നെ പല കാരണങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവാം. ഒന്ന്, അതിനെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം. ഒന്ന്, അത് ഉണ്ടാക്കുന്ന രോഗാണുവിനെ വെച്ച് തരംതിരിക്കാം. പിന്നെ അത് എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു എന്നുള്ളതും വെച്ചും അതിനെ നമുക്ക് തരംതിരിക്കാം. അപ്പൊ അത് ഉണ്ടാക്കുന്ന രോഗാണുവിനെ വെച്ച് നമുക്ക് തരംതിരിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, അല്ലെങ്കിൽ ഫംഗൈ ആവാം, അല്ലെങ്കിൽ പ്രോട്ടോസോവൻ വിഭാഗത്തിൽപ്പെട്ട രോഗാണു. അപ്പൊ ഇങ്ങനെ മെയിനായിട്ടും 4ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അപ്പൊ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് പലതരം ബാക്ടീരിയകളുണ്ട്. അപ്പൊ അതിൽ പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന ഒരു കോമൺ ബാക്ടീരിയയാണ് നമ്മുടെ ക്ഷയരോഗം ഉണ്ടാക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടമുള്ള, അതായത് ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ. അപ്പൊ അതൊക്കെ ബാക്ടീരിയ ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെ വൈറസിൽ നമുക്ക് ഏറ്റവും അറിയാവുന്നത് നമ്മുടെ കോവിഡ് ഇൻഫെക്ഷൻ ആണ്, ഒരു വൈറൽ ഇൻഫെക്ഷൻ. പിന്നെ മറ്റൊന്ന് നമ്മുടെ ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന രോഗം. പിന്നെ അതുപോലെ തന്നെ 5-ാം പനി, മുണ്ടിനീര്, അതൊക്കെ വൈറൽ വിഭാഗത്തിൽപ്പെടുന്ന രോഗങ്ങളാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് എത്താം. നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. ഡോക്ടർ നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? സ്ഥിതിയാണ്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ കേട്ടോ. പറഞ്ഞോളൂ. ഡോക്ടറെ നമസ്കാരമുണ്ട്. നമസ്കാരം. ഇപ്പോൾ എന്തൊക്കെ കുത്തിവയ്പ്പുകളാണ് ഈ പകർച്ചവ്യാധികളോടുള്ള ബന്ധത്തിൽ കേരളത്തിലുള്ളത്? ഇപ്പൊ നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ കുത്തിവയ്പ്പുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പലതരം പകർച്ചവ്യാധികളുണ്ട്. അത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം. അപ്പം അങ്ങനെ പലതരം രോഗാണുക്കൾ ഉണ്ടാക്കുന്ന കുത്തിവയ്പ്പുണ്ട്. അപ്പൊ നമ്മൾ ജനിച്ച ഉടനെ നമുക്ക് 3 കുത്തിവയ്പ്പുകളാണുള്ളത്: BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി. പിന്നെ അതിനുശേഷം 1.5 മാസം, 2.5 മാസം, 3.5 മാസത്തിൽ നമ്മൾ കുത്തിവയ്പ്പ് കൊടുക്കുന്നുണ്ട്. അത് ഡിഫ്തീരിയ, പെട്ടൂസിസ്, ടെറ്റനസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള 3 രോഗാണുക്കളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ന്യൂമോണിയ എന്ന് പറഞ്ഞ ന്യൂമോകോക്കൽ വാക്സിൻ ഉണ്ട്. ന്യൂമോണിയക്കെതിരെയുള്ള റോട്ടാ വൈറസ്, അതായത് വയറിളക്ക രോഗത്തിന് എതിരെയുള്ള വാക്സിൻ ഉണ്ട്. അപ്പൊ ഇത് 1.5 ആഴ്ച, 2.5 ആഴ്ച, 3.5 ആഴ്ച നമ്മൾ അതിന്റെ കുത്തിവയ്പ്പ് കൊടുക്കും. പിന്നീട് അതിനുശേഷം പിന്നെ MMR എന്ന് പറഞ്ഞ വാക്സിൻ, അത് 3 രോഗാണുകൾക്കെതിരെയുള്ളതാണ്. മംസ്, മീസിൽസ്, റുബല്ല അതിനെതിരെയുള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് പ്രൈവറ്റിൽ വേറെ പല വാക്സിനുകളും അവൈലബിൾ ആണ്. ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ്, അതുപോലെ നമുക്ക് കോവിഡ് വാക്സിൻ അവൈലബിൾ ആണ്. അങ്ങനെ പലതരം ഓപ്ഷണൽ വാക്സിൻസും ഉണ്ട്. വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമാണ്. അപ്പോൾ പകർച്ചരോഗങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുമാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ വിഷയം. ഡോക്ടർ, അപ്പോൾ നമുക്ക് ഈ പൊതുവായി കാണുന്ന ഈ പകർച്ച രോഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 4 വിഭാഗത്തിലുള്ള രോഗാണുക്കളാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നത് വെച്ചിട്ട് നമുക്ക് അതിനെ തരംതിരിക്കാം. അതായത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, അത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് നമ്മുടെ ക്ഷയരോഗം. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞാൽ കുട്ടികളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ചുമ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് വരുന്ന ഇൻഫ്ലുവൻസ വരാം. പിന്നെ ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, അപ്പം അത് നമുക്ക് വരുന്ന വയറിളക്ക രോഗങ്ങൾ. പിന്നെ അതുപോലെ തന്നെ കോളറ, ടൈഫോയിഡ്, ഇതൊക്കെ വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും പകരുന്ന രോഗങ്ങളാണ്. പിന്നെയാണോ വരുന്നതാണ് വെക്ടർ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ. നമുക്കറിയാം, കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെ മഞ്ഞപ്പനി, ജപ്പാൻ ജ്വരം, അങ്ങനെ പലതരം വിഭാഗത്തിലുള്ള
കൊതു പരത്തുന്ന രോഗങ്ങളുണ്ട്. പിന്നെ ഈച്ച പരത്തുന്ന രോഗങ്ങളാണ് കോളറ പരത്താം. പിന്നെ അതുപോലെ തന്നെ വയറിളക്ക രോഗങ്ങൾ ഈച്ചയിലൂടെയും പകരാം. പിന്നെ മറ്റ് ജീവജാലങ്ങൾ പകരുന്നത്, അതായത് നമ്മൾക്ക് പട്ടിയുടെയൊക്കെ കടി ഏറ്റാൽ നമുക്ക് റാബീസ് വരാം. അതുപോലെ തന്നെ എലിയിലൂടെ എലിപ്പനി പകരാം. അത് വെക്ടർ ബോൺ ഡിസീസ്. പിന്നെ ഉള്ള ഒരു വിഭാഗമാണ് നമ്മൾ ക്ലോസ് കോണ്ടാക്ട് വഴി നമുക്കറിയാം ഈ അഞ്ചാം പനി പോലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് ക്ലോസ് കോണ്ടാക്ട്, ഒരാൾ അടുത്ത് ബന്ധം പുലർത്തുമ്പോൾ അയാളുടെ അടുത്തുനിന്ന് നമുക്ക് പകരാം. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സിലൂടെ, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയൊക്കെ പകരുന്ന രോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ തന്നെ HIV പോലുള്ള അസുഖങ്ങൾ. ഇതാണ് കോമൺ ആയിട്ട് വരുന്ന പകർച്ചവ്യാധികൾ. ഓക്കെ ഡോക്ടർ, അപ്പൊ ഈ പകർച്ചാരോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം പ്രധാനമായും നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ ഒരുപാട്. അപ്പൊ ഇതിന്റെ കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അങ്ങനെയുള്ള രോഗാണുക്കളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് മെയിനായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശുചിത്വമില്ലായ്മ വളരെ വലിയൊരു കാരണമാണ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ വ്യക്തി ശുചിത്വം, അതായത് പരിസര ശുചിത്വം ഒന്നും പാലിക്കാത്തത് ഈ പകർച്ചരോഗങ്ങൾ പടരുന്നതിന് വളരെയധികം കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുത്തിവയ്പ്പുകളൊക്കെ കൃത്യമായിട്ട് എടുത്താൽ തന്നെ നമുക്ക് പല രോഗങ്ങളെയും പ്രതിരോധിക്കാം. അപ്പൊ അത് പ്രോപ്പറായിട്ട് ഇമ്മ്യൂണൈസേഷൻ ഒന്നും എടുക്കാതിരിക്കുന്നതൊക്കെ ഇപ്പൊ പകർച്ചരോഗങ്ങൾ സ്പ്രെഡ് ആവാനുള്ള കാരണങ്ങളാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പം ശുചിത്വത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ശുചിത്വത്തിനെ കുറിച്ച് കൂടുതലൊന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അത് എന്താണ് എന്നുള്ളത്? ശുചിത്വം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വ്യക്തി ശുചിത്വം, അതായത് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നന്നായി കൈ കഴുകുക, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഹാരം അതായത് തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക. ഒരിക്കലും തലേന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്തൊക്കെ രോഗാണുക്കൾ വളരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് വയറിളക്ക സംബന്ധമായ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് വ്യക്തി ശുചിത്വത്തിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് എന്തെങ്കിലും ജലദോഷമോ പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ആ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഉള്ള ആ സെക്രീഷൻസിലൂടെ മറ്റാൾക്കാർക്കും രോഗം പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് യൂസ് ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നതാണ് പരിസര ശുചിത്വം. പരിസര ശുചിത്വത്തിൽ വരുന്നത് നമ്മുടെ വീട്ടിന് ചുറ്റുപാടുമുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക. കാരണം അങ്ങനെയുള്ള വെള്ളക്കെട്ടുകളിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നതും അത് മൂലം കൊതുകുജന്യമായിട്ടുള്ള ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുപോലെ തന്നെ വീടിന് ചുറ്റുമുള്ള കാടുകളൊക്കെ വെട്ടിത്തളി. കാരണം അവിടെയൊക്കെ ചെറിയ പ്രാണികളൊക്കെ ഇരുന്ന് ഈ നമുക്ക് അറിയാം ഈ ചെള്ളുപനി അങ്ങനത്തെ പനികളൊക്കെ സാധാരണയായിട്ട് വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം എപ്പോഴും. നമുക്ക് ഈ പകരുന്നതിൽ ഏറ്റവും അപകടകാരിയായ ആ രോഗം ഏതാണ്? പകരുന്നതിൽ നമുക്കുണ്ടാവുന്ന അസുഖങ്ങൾ എല്ലാത്തിനും അതിൻ്റെതായ മൈൽഡർ ഫോമും ഉണ്ട്, സിവിയർ ഫോമും ഉണ്ട്. എല്ലാ അസുഖങ്ങൾക്കും അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാവുന്നതിൽ ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് എയ്ഡ്സ്. അതിന് നമ്മൾ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. അത് HIV എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് അത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വൈറസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിരോധ ശക്തിയെ മൊത്തമായിട്ട് അത് നശിപ്പിക്കാനുള്ള ശേഷിയുള്ള വൈറസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കുകയും പിന്നീട് മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു മാരകമായ രോഗമാണ് നമ്മളൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന റാബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ രോഗം. അത് നമ്മൾ വാക്സിൻ പ്രോപ്പറായിട്ട്, അതായത് പട്ടി കടിച്ച് അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങൾ കടിച്ചതിന് ശേഷമോ വാക്സിൻ ഒന്നും പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അതിന് 100% വരെ മരണം സംഭവിക്കാനുള്ള സാധ്യതയുള്ള ഒരു രോഗമാണ് ഈ റാബീസ് എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ മഴക്കാലത്ത് നമുക്കറിയാം കൂടുതലും രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണല്ലോ. എന്താണ് ഇങ്ങനെ ഈ മഴക്കാലത്ത് രോഗങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത്? നമുക്കറിയാം മഴ പെയ്യുമ്പോൾ സാധാരണയായിട്ട് എല്ലായിടത്തും നമ്മുടെ വീടിനുള്ളിൽ ചെടിച്ചട്ടികളിലായാലും ഒക്കെ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനകത്ത് കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഭക്ഷണമൊക്കെ തുറന്നു വെക്കുമ്പോൾ ആ എൻവയോൺമെന്റിലെ ഒരു ഹ്യൂമിഡിറ്റി കാരണം പലതരം രോഗാണുക്കൾ അതിലും വളരാനുള്ള സാധ്യതയുണ്ട്. അപ്പം വയറിളക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളും മഴക്കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് തന്നെ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. പേരൊന്ന് പറയൂ. എന്റെ പേര് ഹരിലാൽ എന്നാണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, പറഞ്ഞോളൂ. അതെ, എന്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ്. പറഞ്ഞോളൂ. അവര് രാത്രി എണീറ്റിരുന്ന് ഉറക്കത്തിൽ എണീറ്റിരുന്നു. അങ്ങനെ ENT ഡോക്ടറെ കാണിച്ചപ്പോഴേ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ഇത് ഗുളികയും അലർജിയുടെ പറഞ്ഞ് മരുന്ന് കൊടുത്തിട്ടുണ്ട്.
സ്പ്രേ അടിക്കാനും മരുന്ന് കൊടുത്തു. പക്ഷെ അസുഖം അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറുന്നില്ല. രാത്രിയില് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്താണ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും? ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ പുറമേ ഉള്ള ഒരു ശബ്ദമാണോ അതോ സ്പീഡിൽ ശ്വാസം എടുക്കുന്ന പോലെ ശ്വാസം മുട്ടല് പോലെയാണോ? എങ്ങനെയാണ് കാണിക്കുന്നത് കുഞ്ഞ്? ശബ്ദം ഉണ്ടാവും. അതിന് എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 12 വയസ്സ്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് വരുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഡിനോയിഡ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്. അപ്പൊ അത് ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ചിലർക്ക് ക്രമാതീതമായിട്ട് വളരുന്നതായിട്ട് കാണാം. അപ്പൊ ആ ഗ്രന്ഥി വളരുമ്പോഴാണ് നമുക്ക് ആ മൂക്കിന്റെ അകത്തേക്ക് ശ്വാസം എടുക്കാൻ ഒരു തടസ്സം വരുന്നത്. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ആദ്യം മരുന്നുകൾ കൊടുക്കും, അലർജിയുടെ മരുന്നുകളും മൂക്കിലടിക്കുന്ന സ്പ്രേയും കൊടുക്കും. പക്ഷെ അതിലും കുറവില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി എടുത്ത് കളയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പെർമനന്റ് ക്യൂർ കിട്ടും. അപ്പൊ ഇത് എടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ കോംപ്ലിക്കേഷനോ ഭാവിയിൽ പ്രശ്നങ്ങളോ ഒന്നും വരുന്നതല്ല. അപ്പൊ ആ മരുന്നുകളോട് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരും. വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്തിട്ട് സർജറി ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ENT ഡോക്ടർ പറഞ്ഞിരുന്നു മെഡിക്കൽ കോളേജിൽ പോണെങ്കിൽ പുള്ളി ലെറ്റർ തരാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ മരുന്നുകൾ ഇപ്പം എത്ര നാളായിട്ട് അടിക്കുന്നുണ്ട് ഈ സ്പ്രേ ഒക്കെ? ഒരു മാസമായിട്ട്. ചിലപ്പോ ഒരു 3 മാസം വരെയൊക്കെ നമ്മൾ കൊടുത്തു നോക്കും. എന്നിട്ടും റെസ്പോൺസ് കുറവാണ്, അയാളുടെ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് വരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ സർജറിയിലേക്ക് കടക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഉറക്കമില്ലായ്മ വന്ന കുട്ടിയുടെ പഠനത്തെയും മറ്റ് ഡെയിലി ആക്ടിവിറ്റീസിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അധികം വെച്ചുകൊണ്ടിരിക്കാതെ നേരത്തെ തന്നെ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാ ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലായിടത്തും ENT സർജറി ചെയ്യുന്നിടത്ത് നമുക്കത് ചെയ്യാവുന്നതാണ്. മെഡിക്കൽ കോളേജിൽ തന്നെ പോകണമെന്നൊന്നും ഇല്ല. അപ്പോൾ ഡോക്ടർ, നമ്മൾ മഴക്കാലത്തെ രോഗങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുറച്ചും കൂടെ ഒന്ന് വ്യക്തമാക്കുക, കൂടുതൽ എന്തുകൊണ്ടാണ്, നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ രീതിയിൽ ഒന്നും കൂടെ പറയാമോ ഡോക്ടർ? അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെള്ളക്കെട്ടുകൾ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിൽ ഈ കൊതുക് പോലുള്ള ജീവജാലങ്ങളുടെ പ്രജനനകാലം കൂടിയാണ് മഴക്കാലം. അപ്പൊ അവരുടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം കൂടുതലായിട്ട് ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ എലിപ്പനി പോലുള്ള രോഗങ്ങളും മഴക്കാലത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ എലിയുടെ മൂത്രം മറ്റ് ശരീരത്തിലെ ദ്രാവകങ്ങളോ കലർന്നത് നമ്മൾ വെള്ളത്തിൽ കലരാൻ സാധ്യതയുണ്ട് മഴക്കാലത്ത്. അപ്പൊ നമ്മുടെ കാലിലോ ശരീരത്തോ എവിടെയെങ്കിലും ചെറിയ മുറിവുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ ആ രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണങ്ങളും നമ്മൾ തുറന്നു വെക്കുന്ന വഴി എൻവയോൺമെന്റിൽ ഒരു ഹ്യൂമിഡിറ്റി ഉണ്ട് ആ സമയത്ത്. അപ്പം അതും പല രോഗാണുക്കൾക്കും വളരാനുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാക്കുന്നു. അപ്പൊ അതൊക്കെയാണ് മഴക്കാലത്ത് രോഗങ്ങൾ കൂടുതലായിട്ടും വരുന്നത്. ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പകർച്ചവ്യാധികൾ എന്തൊക്കെയാണ്? ശ്വാസകോശ സംബന്ധമായിട്ട് പലതരം ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട്, വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളുണ്ട്. ഇപ്പൊ ബാക്ടീരിയ ഉണ്ടാക്കുന്നതിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ഷയരോഗം, ട്യൂബർക്കുലോസിസ് എന്ന് പറയും. അപ്പൊ അത് നമ്മളെ ശ്വാസകോശത്തെ മാത്രമല്ല മറ്റ് അവയവങ്ങളെ, അതായത് തലച്ചോറിനെയും എല്ലിനെയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതൊരു കോമൺ ആയിട്ടുള്ളത്. പിന്നെ വരുന്നവരാണ് നമ്മുടെ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞത്. അതായത് കുഞ്ഞുങ്ങളിലൊക്കെ സാധാരണയായിട്ട് നമുക്ക് പനി, ജലദോഷം ഒരു സമയത്ത് കൂടുതലായിട്ട് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടികളിലേക്കൊക്കെ കൂടുതലായിട്ട് പകരുന്ന കാണാം. അപ്പൊ അത് ശ്വാസകോശത്തെ ബാധിച്ച് ചിലപ്പോൾ ന്യൂമോണിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്ന പലതരം വൈറസുകളുണ്ട്, അഡിനോ വൈറസ്. പിന്നെ നമ്മുടെ അതുപോലെ തന്നെ കോവിഡ് ഇൻഫെക്ഷൻ, അതും ശ്വാസകോശത്തെ ബാധിച്ച് ചിലർക്ക് ന്യൂമോണിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ പകർച്ചവ്യാധി തടയാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും? ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ആദ്യം പറഞ്ഞ പോലെ ഓരോ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട് കുത്തിവയ്പ്പുകൾ എടുക്കാം. നമുക്ക് കുറെ അസുഖങ്ങളുണ്ട്, അതിലെല്ലാത്തിനും നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളില്ല. പക്ഷെ നമുക്കൊരു 19ഓളം അസുഖങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ കുഞ്ഞിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ, അതായത് നമുക്ക് ഗവൺമെന്റിലും പ്രൈവറ്റിലും ഇമ്മ്യൂണൈസേഷൻ ഉണ്ട്. അതിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു കുട്ടിയുടെ പ്രൊട്ടക്ഷൻ കുറച്ചുകൂടെ കൂട്ടുന്ന രീതിയിൽ വേറെ കുറെ എക്സ്ട്രാ വാക്സിൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വാക്സിൻസ് ഒക്കെ നമ്മളെ കുട്ടികൾക്ക് എടുക്കുക, ശുചിത്വം പാലിക്കുക. അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഈ കൊറോണ വൈറസും അല്ലെങ്കിൽ മറ്റു രോഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്?
കൊറോണ വൈറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2019 ആദ്യമായിട്ട് ചൈനയിലെ വുഹാനിൽ നിന്നാണ് ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ വലിയ ഒരു പാൻഡമിക് ഉണ്ട്. അതായത് ലോകമെമ്പാടും അത് വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. കാരണം നമ്മൾ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ. അപ്പം അതിന് വളരെയധികം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള വളരെയധികം കഴിവുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കുട്ടികളിലെ കൊറോണ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ 70% കുട്ടികൾക്കും അത് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. ചിലപ്പം ചെറിയ ജലദോഷം, മൂക്കൊലിപ്പ്, പനി എന്നൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ ഈ കൊറോണ വന്ന കുട്ടികൾക്ക് അവർക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പിന്നീട് ഒരു മാസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞിട്ട് അവർക്ക് വേറൊരു അസുഖം നമ്മൾ പീഡിയാട്രിക് പോപ്പുലേഷനിൽ കണ്ടിരുന്നു. അതിനാണ് നമ്മൾ പോസ്റ്റ് കോവിഡ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനെയും രക്തക്കുഴലുകളെയും നമ്മുടെ കുടലിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരുന്നു കുട്ടികളിൽ പ്രസന്റ് ചെയ്തത്. അപ്പൊ അന്ന് നമുക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം കൊറോണ വന്ന് ഇത് എങ്ങനെ ചികിത്സിക്കണം എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം അതിനെതിരെ നമുക്ക് സ്റ്റിറോയിഡ് മരുന്നുകളും ഇമ്മ്യൂണോഗ്ലോബുലിൻസും ഒക്കെ കൊടുത്ത് ഭേദമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അന്ന് ഇത് വന്ന പല കുട്ടികൾക്കും വെന്റിലേറ്റർ വരെയൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം കോവിഡ് നമ്മൾ കരുതുന്ന പോലെ നിസ്സാരക്കാരനല്ല, അതിനും വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഈ കുട്ടികൾക്കാണോ അല്ലെങ്കിൽ മുതിർന്നവർക്കാണോ ഈ പകരുന്ന രോഗങ്ങൾ കൂടുതലും അപകടം ഉണ്ടാക്കുന്നത്? കൂടുതലും കുട്ടികൾക്ക് രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും പനിയോ വന്നാൽ മറ്റു കുട്ടികളിലേക്കും അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ അവർക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആർജിക്കുന്ന ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അപ്പൊ അത് കുട്ടികൾക്ക് കാരണം അവർക്ക് അത്ര എക്സ്പോഷർ കിട്ടിയിട്ടില്ല, അത്രയും രോഗാണുക്കളായിട്ടുള്ള എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അപ്പൊ അവർക്ക് അത് വളരെ കുറവായിരിക്കും. അപ്പം കൂടുതലും സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് പ്രായമായവരിലും. പ്രായമാകുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങൾക്കും ക്ഷീണം സംഭവിക്കുന്ന പോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയും കുറഞ്ഞു വരും. അപ്പൊ അവർക്കും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണേ. സംസാരിച്ചോളൂ, ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ. ഇപ്പൊ 3 ആഴ്ച ഒരു പനി വന്നിട്ട് മാറുന്നില്ല. ഓക്കെ. പനി അല്ലാതെ കുഞ്ഞിന് വേറെ എന്തൊക്കെയാ ലക്ഷണങ്ങളുള്ളത്? പനി എന്ന് പറഞ്ഞാൽ ചുമയാണ് എനിക്ക് മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ. ചൂടില്ല കുഞ്ഞിന്? ചൂടില്ല. എത്ര പ്രായമുണ്ട് കുഞ്ഞിന്? സോറി ഡോക്ടർ, ഞാൻ എന്റെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ ആയിരുന്നു. ചുമ എപ്പോഴാണ് കൂടുതലുള്ള? രാത്രിയാണോ പകലാണോ? രാത്രിയും പകലും ഫുൾ ടൈം ചുമ. അതോ എനിക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ല, അതേപോലുള്ള ചുമ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ചിലപ്പോ നമുക്ക് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും, കഫക്കെട്ടുണ്ടോ എന്നുള്ളത്. ചിലപ്പോ അലർജിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളതാണോ? ഞാൻ ഒരു പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച പോയി ഡോക്ടറെ കണ്ടതാ. അലർജിയുടെ ഗുളിക തന്ന് പിന്നെ ടോണിക്കെല്ലാം മേടിച്ച് കഴിച്ചു, പക്ഷെ മാറുന്നില്ല. എന്ത് വേണമെന്ന് അറിയാനില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് ബ്ലഡ് ടെസ്റ്റും എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി എന്താ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ ചുമ മാറാതെ നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന വേണ്ടി വരും നമുക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടെങ്കിലേ നമുക്ക് കൺഫേം ചെയ്ത് എന്തുകൊണ്ടാണ് ചുമ മാറാത്തതെന്ന് പറയാൻ പറ്റും. അപ്പൊ ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, ഈ അമ്മയിൽ നിന്ന് കുഞ്ഞിന് പകരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? അമ്മയിൽ നിന്ന് നമുക്കതിനെ നമ്മൾ മെഡിക്കൽ ടേമിൽ പറയാം ടോച്ച് ഇൻഫെക്ഷൻ എന്ന് പറയും. അപ്പൊ അതിൽ വരുന്ന ഒന്നാണ് ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്നത്. ഒരു പ്രോട്ടോസോവൻ വിഭാഗത്തിലുള്ള ഒരു ഓർഗാനിസം ഉണ്ടാക്കുന്നതാണ്. അത് കുഞ്ഞിന് ചിലപ്പം തലച്ചോറിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, കാഴ്ചയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റുബെല്ല വളരെ മാരകമായിട്ടുള്ള ഒരു രോഗമാണ്. അപ്പൊ അത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകർന്നാൽ കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നം വരാം, അതുപോലെ തന്നെ മെന്റൽ റിട്ടാർഡേഷൻ, ബുദ്ധിപരമായ പ്രശ്നം വരാം, അതുപോലെ തന്നെ കാഴ്ചയും ബാധിക്കാനുള്ള സാധ്യത. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലത്തെ ഹെപ്പറ്റൈറ്റിസ് ബി, അതുപോലെ തന്നെ HIV, ഹെർപ്പിസ്, ഇതൊക്കെയാണ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാൻ. ഇപ്പം ഗർഭകാലത്തൊക്കെ അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വന്നാൽ കുഞ്ഞിന് ഈ അവയവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പെയാണ് അമ്മയ്ക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിന് വളരെ വലിയ ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടാകും. നമുക്ക് അതിലേക്ക് തന്നെ വരാം ഡോക്ടർ. ഒരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയാണ്. എന്റെ കൊച്ചുമോക്ക് വൈകുന്നേരം ആകുമ്പോ ഭയങ്കര ഒച്ചയടപ്പാണ്. ഒച്ചയടപ്പെന്ന് പറഞ്ഞാല് ചുമയായിട്ട് വരുന്നുണ്ടോ അതോ മൂക്കടപ്പായിട്ടാണോ? ചുമയും ഉണ്ട്. ഇന്നലെ രാത്രി ഇത്തിരി ഛർദിക്കുകയൊക്കെ ചെയ്തു. ചുമച്ച് ഷർട്ട്. പകലെങ്ങനെയുണ്ട്? ചുമയുണ്ടോ അതോ രാത്രി മാത്രമേ? പകല് അങ്ങനെ ചുമയില്ല, എന്നാലും ഒച്ചയടപ്പ് ചെറുതായിട്ടേ ഉള്ളു. വൈകുന്നേരം ആകുമ്പോ നല്ല ഒച്ചയടപ്പ്. എത്ര വയസ്സുണ്ട് കൊച്ചുമകൾക്ക്?
5 വയസ്സ്. അപ്പൊ ഇത് സാധാരണയായിട്ട് ഈ രാത്രി കാലങ്ങളിലുള്ള ബുദ്ധിമുട്ട് കൂടുതലും ഈ അലർജി, തണുപ്പൊക്കെ വരുമ്പോൾ അലർജിയുടെ പ്രശ്നങ്ങളാവാനാണ് സാധ്യത. അപ്പം നമുക്ക് ഈ അലർജിയുടെ മരുന്നുകൾ കഴിച്ചാല് ചിലപ്പോൾ അതൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാത്രി ഉറക്കത്തില് ശ്വാസം എടുക്കുമ്പോൾ എന്തെങ്കിലും ശബ്ദങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഉറക്കത്തില്? ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഈ ഒറ്റ നല്ല നല്ലതുപോലെ വൈകുന്നേരം ആകുമ്പോ അങ്ങ്. അപ്പം കൂടുതൽ ഈ അലർജിയുടെ പ്രശ്നം ആവാനാണ് സാധ്യത. അപ്പൊ എന്തായാലും ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ച് അലർജിയുടെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്താൽ അത് വ്യത്യാസം വരുന്നതായിരിക്കും. വീണ്ടും അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ, ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയാണ്. പേരൊന്ന് പറയൂ. എന്റെ പേര് ഗീത. ഡോക്ടറായിട്ട് സംസാരിച്ചോളൂ കേട്ടോ. പറഞ്ഞോളൂ. ഡോക്ടറെ, ഞാൻ എന്റെ മോളുടെ കാര്യം പറയാനാണ്. മോളെ MR ആൻഡ് ഓട്ടിസം ആണ്. അപ്പം അവർക്ക് ജന്നി വരും കൂടെ. അപ്പം നമ്മളെ ഇവിടെ ചിത്രയിലാണ് ചികിത്സ. അപ്പൊ ഇവക്ക് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ 2020 അവക്ക് കണക്ക് ചുമ. നമ്മൾ എന്ത് കൊടുത്താലും ഇവള് ചുമച്ച് ഇങ്ങനെ തുപ്പുമായിരുന്നു. പിന്നെ അന്ന് കൊണ്ടുപോയി ഞങ്ങൾക്ക് ന്യൂമോണിയൊക്കെ വന്നായിരുന്നു കേട്ടാ. SIT-യിൽ കിടന്നതൊക്കെയാ. അതേ കണക്ക് തന്നെ ഇപ്പോഴും ഇവക്ക് അങ്ങ് ചുമയാ. നമ്മള് 1 മാസത്തിൽ ഞാൻ 1 പ്രാവശ്യം തല കുളിപ്പിക്കത്തുള്ളൂ. തല കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്നെ തല നല്ലപോലെ തൊട്ട് രാസനാഥ പൊടിയൊക്കെ തേച്ചാണ് ഞാൻ ഇരുത്തുന്നത്. പക്ഷെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇവക്കങ്ങ് ഭയങ്കര ചുമയാവും. ഇപ്പോഴും അത് തന്നെയാ. ഈ ചുമ എപ്പോഴും ഉണ്ടോ? രാത്രിയോ രാവിലെ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് തോന്നുന്നു? ഇന്നലെ രാത്രി ഭയങ്കര ചുമയായിരുന്നു. ഇന്ന് ഒന്നുമില്ല, അതിപ്പാനൊന്നും അറിഞ്ഞുകൂടാ, സംസാരമൊന്നുമില്ല. ശ്വാസം മുട്ടലായിട്ടും എല്ലാം കാണിക്കുന്നുണ്ടോ? ചുമ മാത്രമേ ഉള്ളൂ? അല്ല, ചെറുകിറ വലിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഡിസ്ട്രിക്റ്റിൽ ചെന്ന് ഡോക്ടറെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പൊ ഡോക്ടർ ഇത് കണക്ക് ഒരു അലർജിയുടെ ഒരു ഗുളികയും തന്ന്, പിന്നെ ഒരു സാൽപെട്ടാമോള് മരുന്നും തന്നു. അത് കൊടുക്കാൻ പറഞ്ഞ്. ആന്റിബയോട്ടിക് ഇപ്പം കൊടുക്കണ്ട, അവൾക്ക് ഒരുപാട് ഗുളിക കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇതില് നമുക്ക് ഈ കുഞ്ഞുങ്ങൾ ഈ കൂടുതലും ഒരു അലർജിയുടെ ഒരു തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ ചിലപ്പോൾ നമ്മള് ഇൻഹേലർ പോലെയുള്ളത് സ്റ്റാർട്ട് ചെയ്താൽ ചുമയ്ക്കൊരു വ്യത്യാസം വരും. ഇൻഹേലർ നമ്മൾ വലിയവരൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു അലർജി പോലത്തെ ഉള്ള ലക്ഷണങ്ങളാണ് കുട്ടി കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ചുമ വരുമ്പോഴും ആന്റിബയോട്ടിക് ഇരിക്കുന്നതിലും നല്ലത് അതിന്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച്. അത് മാഡം, പിന്നെ നമ്മള് നെബുലൈസേഷൻ കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു. നെബുലൈസേഷൻ കൊടുക്കുന്ന അതേ മരുന്നുകളാണ് നമ്മൾ ഇൻഹേലറിലൂടെയും കൊടുക്കുന്നത്. നമ്മളിപ്പം നെബുലൈസേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിലധികം നമ്മൾ കൊടുക്കാത്തതാണ് നല്ലത്. കാരണം ഓക്സിജനോട് കൂടി നെബുലൈസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇൻഹേലർ ആണെങ്കിൽ സേഫ് ആണ്. നമുക്ക് ഈ നെബുലൈസ് ചെയ്യേണ്ട അത്ര ടൈം ഇരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഹേലർ ഈ മരുന്നുകൾ തന്നെ നമ്മൾ അത് ശ്വാസം. അല്ല മാഡം, നെബുലൈസേഷന്റെ മാസ്കും മരുന്നും ഒക്കെ എനിക്ക് എഴുതി തന്നായിരുന്നു. എനിക്ക് അതിന്റെ മെഷീൻ ഉണ്ട്. ഓക്കെ നെബുലൈസ് ചെയ്യാം. കാരണം പക്ഷെ നമുക്ക് ദീർഘകാലം അങ്ങനെ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വരെ നമുക്കൊരു റെമഡിയാണ് ഇൻഹേലർ യൂസ് ചെയ്യുന്നത്. അതേ മരുന്നുകൾ തന്നെ കുറച്ച് മോഡ് ഓഫ് ഡെലിവറി മാത്രം, അത് കൊടുക്കുന്ന മെത്തേഡിൽ മാത്രമുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ അവർക്ക് വേണമെങ്കിൽ നമുക്ക് സ്പേസറും മാസ്കും ഒക്കെ വെച്ചിട്ട് കുഞ്ഞിന് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത് നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാവുന്നതാണ് ഇൻഹേലർ സ്റ്റാർട്ട് ചെയ്താൽ. അതെ മേഡം, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ കുളിപ്പിക്കുന്നതിന് ശേഷമാണ് ഇവർക്ക് ഇങ്ങനെ ചുമ വരുന്നത്. അത് ഈ വെള്ളം കെട്ടി തലയ്ക്ക് നിന്നിട്ടാണ്? അത് ഈ തണുപ്പൊക്കെ നമുക്ക് ഓരോ കുട്ടികൾക്കും പലതായിരിക്കും ഇത് ചുമ ഉണ്ടാക്കുന്നത്. അപ്പൊ ചിലപ്പോ പൊടി അടിക്കുമ്പോൾ വരാം, ചിലപ്പോ തണുപ്പ്. അപ്പം ഈ കുളിപ്പിക്കുമ്പോൾ വരുന്നത് തണുപ്പിനോട് പ്രതികരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ നമ്മൾ അധികം വൈകുന്നേരങ്ങളിൽ കുളിപ്പിക്കാതെ കുറച്ചുകൂടെ നേരത്തെ കുളിപ്പിക്കാൻ ശ്രമിച്ചു. അല്ല, ഞാൻ രാവിലെ കുളിപ്പിക്കുന്ന ഒരു 10 മണിയൊക്കെ ആവുമ്പോഴാണ്. അപ്പം അങ്ങനെ തണുപ്പിനോട് പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു ചൂടുവെള്ളത്തിലോ എല്ലാം കുളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജന്യൊക്കെ വരുന്നത് കൊണ്ട് അധികം ഒന്നും കുളിപ്പിക്കാത്തത്. പിന്നെ പെട്ടെന്ന് ചൂടുണ്ടാവുന്നത്. കുളിപ്പിക്കുന്നതായിട്ട് ബന്ധമില്ല. അപ്പൊ ജന്യ വരുമ്പോ നമ്മൾ ആ ചൂടിന്റെ മരുന്നുകൾ തന്നെ കൊടുക്കുക. അപ്പൊ കൊടുത്ത് ചൂട് കൺട്രോൾ ആക്കി നിർത്തിയാൽ പനി വരില്ല. പിന്നെ പനിയോട് കൂടിയുള്ള ജന്യം വരാനുള്ള സാധ്യത കുറവാണ്. ശരി ഡോക്ടർ. ഓക്കെ ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞത് അമ്മയിൽ നിന്നും കുഞ്ഞിന് പകരുന്ന സാധ്യതയെ കുറിച്ചിട്ടാണ്. ൊക്കെ തന്നെ, അതായത് നേരത്തെ ടോച്ച് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് നമുക്ക് കൂടുതലായിട്ടും അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരുന്നത്. അപ്പൊ കുഞ്ഞിന്റെ അവയവങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പാണ് അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ കുഞ്ഞിനത് പലതരം ഡിഫോമിറ്റി, പല അവയവങ്ങളെയും അത് ഭാവിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്.
അതായത് ഇപ്പൊ നമുക്ക് ചില കുട്ടികൾ ഇപ്പൊ മാസം തികയാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും? കൂടുതലും ഈ ഇങ്ങനത്തെ അസുഖങ്ങൾ ഉള്ളപ്പം മാസം തികയാതെ കുഞ്ഞുങ്ങൾ ജനിക്കാനും അതുപോലെ തന്നെ അബോർഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാത്തരം ഇപ്പം ആ അവയവങ്ങൾ ഉണ്ടാകുന്ന ആ സമയത്തിന് മുമ്പാണ് അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വന്നെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രശ്നങ്ങൾ വരും. പിന്നെ ഈ മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്ക് പൊതുവെ വെയിറ്റ് കുറവാണ്. അപ്പൊ അവരുടെ അവയവങ്ങൾ പൂർണ്ണമായിട്ടും മെച്യൂരിറ്റി എത്തിയിട്ടില്ല. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് പെട്ടെന്ന് ഈ പകർച്ച രോഗങ്ങൾ പെട്ടെന്ന് തന്നെ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമുക്കറിയാം നമ്മള് ഒരു 9 മാസം അമ്മയുടെ വയറ്റിലിരുന്ന് അതിനുശേഷമാണ് 9-10 മാസത്തിന് ശേഷമാണ് കുഞ്ഞ് പുറത്തു വരുന്നത്. അപ്പം അതിന് മുന്നേ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഓരോ അവയവങ്ങൾ, അതായത് ഹാർട്ടായാലും ലങ്സ് ആയാലും അതുപോലെ തന്നെ മറ്റ് അവയവങ്ങളാണെങ്കിലും പൂർണ്ണമായിട്ടും വളർച്ച എത്തിയിരിക്കത്തില്ല. അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റവും ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കില്ല. അപ്പം ആ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതിനെന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അത്തരം കുട്ടികൾ ഒക്കെ ഉണ്ട് എങ്കിൽ? അങ്ങനത്തെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ റുട്ടീനായിട്ട് കൊടുക്കുന്ന വാക്സിനേഷൻ കൂടാതെ നമുക്ക് ഈ ഓപ്ഷണൽ ആയിട്ട് പല വേറെ അസുഖങ്ങളും നമുക്ക് ഗവൺമെന്റിലെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വാക്സിനുകൾ ഇല്ലാതെ നമുക്ക് പ്രൈവറ്റിൽ നമുക്ക് കുറച്ച് വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പൊ ആ വാക്സിനൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ ആഹാര രീതിയിലായാലും കൂടുതൽ പ്രോട്ടീൻ നിറഞ്ഞ ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ വൈറ്റമിൻസ് നിറഞ്ഞ ഭക്ഷണം കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒക്കെ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. ഡോക്ടർ, ഈ ഒരു അണുബാധ അതെങ്ങനെയാണ് ഇത് പകരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായുവിലൂടെ പകരാം, അതുപോലെ തന്നെ ഭക്ഷണത്തിലൂടെ പകരാം, പിന്നെ വെക്ടർ പോൺ നേരത്തെ കൊതുകിലൂടെ പകരാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇത് സ്പ്രെഡ് ആവാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പകർച്ചരോഗങ്ങളുടെയൊക്കെ ഒരു സമയം തന്നെയാണ് ഇപ്പൊ അല്ലെ? എനിക്കൊന്ന് ഒരുപാട് രോഗങ്ങൾ ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും പനിയൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആഹാരത്തിലാണെങ്കിലും നമ്മൾ തന്നെയാണെങ്കിലും എന്തൊക്കെയാണ് ഒരു ശ്രദ്ധ ഉണ്ടാകേണ്ടത്? ആഹാരത്തിൽ നമുക്ക് കൂടുതലും പഴങ്ങളും പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ നന്നായി പാചകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. മാക്സിമം പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കാരണം അപ്പൊ ഫുഡ് പോയ്സണിങ് പോലുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അപ്പം ഇതൊക്കെ വഴി നമുക്ക് കുറെയൊക്കെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞു പുറത്തുനിന്നുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ പലപ്പോഴും പലരും ഒക്കെ പല സാഹചര്യങ്ങളിൽ താമസിക്കുന്നവരും ഒക്കെ ആയിരിക്കുമല്ലോ. ഒരു പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാകാം. അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതനുസരിച്ച് നേരത്തെ തന്നെ എന്തെങ്കിലും ചികിത്സ എടുക്കേണ്ടോ, അല്ലെങ്കിൽ അതനുസരിച്ച് എന്തെങ്കിലും മരുന്നുകൾ തുടങ്ങേണ്ട സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഇത്തരം അസുഖങ്ങളുള്ളത്? അത് നമുക്ക് ഒരു ഇതെന്ന് പറഞ്ഞാൽ വാക്സിനേഷനാണ്. നമുക്ക് ഈ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന പല അസുഖങ്ങൾക്ക് നമുക്ക് വാക്സിൻ ഉണ്ട്. അതായത് ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ, ടൈഫോയിഡ് അത് ഓപ്ഷണൽ ആയിട്ടാണ്, നമ്മൾ റുട്ടീനായിട്ട് കൊടുക്കുന്നില്ല. അത് 6-ാം മാസം തൊട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ആ വാക്സിൻ കൊടുക്കാം. ടൈഫോയിഡ് പോലുള്ള അത് എപ്പോഴും കോമൺ ആയിട്ട് നമുക്ക് ഈ യാത്ര ചെയ്തിട്ടൊക്കെ വരുമ്പോൾ ടൈഫോയിഡ് പലർക്കും ബാധിക്കാറുണ്ട്. അപ്പൊ അതിന്റെ വാക്സിൻ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞൊരു അസുഖം, അതും ഈ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന ഒരു രോഗാണുവാണ്. അപ്പൊ അതിനെതിരെയുള്ള വാക്സിൻ നമുക്ക് 1 വയസ്സ് മുതൽ കുട്ടികൾക്ക് കൊടുക്കാം. അതിന് 2 ഡോസായിട്ട് ഒരു 6 മാസത്തെ ഇടവേളകൾ 2 ഡോസായിട്ട് നമുക്ക് അത് കൊടുക്കാം. അപ്പം വലിയവർക്കും അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇതൊക്കെ എടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനത്തെ നമുക്ക് അങ്ങനെ വരാൻ കൂടുതലും അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരും പുറത്ത് യാത്ര ചെയ്യുന്നവരും ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ വാക്സിനുകളൊക്കെ എടുക്കുന്നത് അതിന് യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോ രോഗങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും പല രോഗങ്ങളും ഒക്കെ പേരുകൾ പോലും പുതുതാണ് അല്ലേ? പക്ഷേ രോഗങ്ങളൊക്കെ പറയും പോലെ പകർച്ച രോഗങ്ങൾ തന്നെയാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന രോഗങ്ങൾ ഈ ചിക്കുൻഗുനിയ, ഡെങ്കു അതൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു എങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളത്, കാരണം ഇപ്പൊ തന്നെ ഡെങ്കു ഒക്കെ വളരെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ കൂടുതൽ ആളുകൾക്കൊക്കെ. അപ്പൊ ഇതിന് നമുക്കൊരു നല്ലൊരു പ്രതിരോധം തന്നെ ആവശ്യമുള്ളൊരു സാഹചര്യമാണല്ലോ. എന്താണ് അതിന് പറ്റുന്നത്, ചെയ്യാൻ കഴിയുക? ഈ ഡെങ്കു പോലുള്ള രോഗങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മെയിനായിട്ടും കൊതുക് പരത്തുന്ന രോഗമാണ്. ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്ന് ഡയറക്റ്റ് കോണ്ടാക്ട് വഴി അത് പകരില്ല. ഇപ്പൊ ഒരു ഡെങ്കു ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ കൊതുക് കടിച്ചതിന് ശേഷം മറ്റൊരാളെ കടിക്കുമ്പോഴാണ് അത് കൊതുകിലൂടെയാണ് പകരുന്നത്. അപ്പൊ ആ കൊതുകിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാണ് നമ്മുടെ ഫസ്റ്റ് സൊല്യൂഷൻ, അതായത് കൊതുക് നിവാരണം. അപ്പൊ അതിന് നമുക്ക് ഈ വീടിന്റെ ചുറ്റും പരിസരം വൃത്തിയാക്കാം. അതുപോലെ തന്നെ നമുക്ക് മോസ്കിറ്റോ റിപ്പല്ലൻസ് ശരീരത്തിൽ യൂസ് ചെയ്യാം. പിന്നെ കൊതുക് വല
ഉപയോഗിക്കാം. പിന്നെ അതിന് എതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാം. അപ്പൊ അങ്ങനെ ഈ ഡെങ്കു പോലുള്ള രോഗങ്ങൾ നമുക്ക് പ്രതിരോധിക്കാം. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ ഡെങ്കുവിന് വാക്സിൻ പഠനങ്ങളിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ അതിന്റെ വാക്സിനുകളും ലഭ്യമാകും. അപ്പൊ അങ്ങനെ നമുക്ക് ആ കൊതുകിനെ ഒഴിവാക്കി നമുക്ക് പല അസുഖങ്ങളും നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഈ പാൻഡമിക് എന്ന് പറയുന്നത്. ഇതൊരു ഒരുപക്ഷെ ഈ പകരുന്ന രോഗങ്ങളെല്ലാം അത്ര ഒരു ഗണത്തിൽ പെടുന്നത് തന്നെയാണ്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ നമ്മള് രണ്ട് വിഭാഗത്തിലാണ് പറയുന്നത്. ഒന്ന് എൻഡമിക് എന്ന് പറയും. എൻഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം കാണപ്പെടുന്ന, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് ആ ഒരു ഏരിയയിൽ മാത്രമേ കാണൂ. പാൻഡമിക് എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും വ്യാപിക്കപ്പെടാൻ കഴിവുള്ള അസുഖങ്ങൾ. അതിൽ നമ്മുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കൊറോണ. അതാണ് ലോകം കണ്ട ഏറ്റവും വലിയ നമ്മുടെ ഇപ്പോഴത്തെ എത്ര നാളാണ് നമ്മൾ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലൊക്കെ ചെലവഴിക്കേണ്ടി വന്നത്. അപ്പൊ അതാണ് ഈ പാൻഡമിക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പ്രാണികളിൽ നിന്നും പകരുന്ന രോഗങ്ങളുണ്ടല്ലോ. ജന്തുക്കളിൽ നിന്നും മാത്രമല്ല പ്രാണികളിൽ നിന്നും പകരുന്നുണ്ട്. അതിലേതൊക്കെയാണ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്? അതുപോലെ ഈ കൊതുക് പരത്താം. പിന്നെ ഈച്ച പരത്തുന്ന രോഗങ്ങളാണ് നമ്മുടെ ഈ ഭക്ഷണ സാധനങ്ങൾ വന്നിരുന്നിട്ട് വയറിളക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പരത്താം. പിന്നെ അതുപോലെ തന്നെ ഈ പശുവിന്റെയും പട്ടിയുടെയും ഒക്കെ ശരീരത്ത് കാണുന്ന ചെള്ളുപനി പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെയാണ് സാധാരണയായിട്ട് പ്രാണികളിൽ നിന്ന് വരുന്ന രോഗങ്ങൾ. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ പ്രതിരോധ കുത്തിവയ്പ്പിനെയൊക്കെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഒരു വാക്സിൻ എന്ന് കൂടി ഒന്ന് പറയാം? വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, അങ്ങനെ പറയാം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടാക്കുന്ന രോഗാണുവിനെ ഒന്നുകിൽ നശിപ്പിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ നിർജീവമാക്കിയോ നമ്മുടെ ശരീരത്തെ കുത്തിവെക്കുക. എന്നിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഉണർത്തി അതിനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ടാക്കണം. അപ്പൊ ഈ കുത്തിവെക്കുന്നതിന് നമ്മൾ ആന്റിജൻ എന്ന് പറയും. അപ്പൊ അതിനെതിരെയാണ് ആന്റിബോഡീസ് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ ഒരിക്കൽ ആ ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ഈ ആന്റിബോഡി അതിനെതിരെ ഫൈറ്റ് ചെയ്ത് അതിനെ അസുഖം വരാതെ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ, ഞങ്ങൾ മൈലാപ്പൂരിൽ നിന്നാണ്. ഡോക്ടറോട് സംസാരിച്ചു. എന്റെ ഒരു ഫ്രണ്ടിന്റെ കൊച്ചിനാണെങ്കിൽ പിന്നെ തൊണ്ടയ്ക്ക് വളരെ എന്തോ ഒരു സംഭവം വളരെന്ന് പറഞ്ഞിരിക്കുക. അത് എന്തോ ആശുപത്രി കൊണ്ടുപോയിട്ടൊന്നും ഒരു കുറവുമില്ല. അവര് സ്പ്രേ ചെയ്തോണ്ടിരിക്കുക. അത് 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തായിരുന്നു കുഞ്ഞിന്റെ രോഗലക്ഷണം? എന്തായിരുന്നു കുഞ്ഞിന് രോഗലക്ഷണം? അതിന് ശ്വാസം എടുക്കുകയായിരുന്നു. അത് സാധാരണയായിട്ട് ഇപ്പൊ ഈ കാണുന്ന അഡിനോയിഡ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥി ആവാനാണ് സാധ്യത. അത് ഈ ഒരു കുഞ്ഞിന് എത്ര വയസ്സുണ്ട്? കുഞ്ഞിപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ അത് ഈ ഒരു പ്രായത്തിലൊക്കെ നമുക്കത് വലിപ്പം വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് സാധാരണയായിട്ട് നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് മരുന്നുകൾ കൊടുക്കും, സ്പ്രേ കൊടുക്കും. അത് കൊടുത്തിട്ടും കുറവില്ലെങ്കിൽ നമുക്ക് അത് സർജറി ചെയ്ത് ആ ഗ്രന്ഥി എടുത്ത് മാറ്റിയാലേ നമുക്ക് പൂർണ്ണമായിട്ടും അസുഖം ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ. വിഷമിച്ചിരിക്കുക. എന്താ ചെയ്യണം? ESIലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ESIലായിരുന്നു അതിന് ചികിത്സ. പുറത്തൊന്നും കൊണ്ടുപോകാനുള്ള നിവർത്തിയില്ല. അപ്പൊ എന്തായാലും ഈ സ്പ്രേ കൊടുത്തിട്ടും വ്യത്യാസം ഇല്ലെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ സർജറി ചെയ്താലേ വ്യത്യാസം വരുള്ളൂ. 1 മാസത്തേക്ക് കൊടുത്ത് വിട്ടിരിക്കുക. ആകെ കഷ്ടത്തിലാ. അതൊന്നും ചോദിക്കാൻ. അപ്പൊ ഇനിയിപ്പോ ഒരു ENT ഡോക്ടറെ കണ്ടതിന് ശേഷം അതിന്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് സർജറിയെ കുറിച്ച് പ്ലാൻ ചെയ്യേണ്ടി വരും. ഓക്കെ. സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം ആണ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. കോളിലേക്ക് പോകാം. ഹലോ, നമുക്ക് ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ മാഡം, പിന്നെ നമ്മളെ തൊണ്ടയ്ക്ക് എപ്പോഴും ഈ കഫക്കെട്ടും തൊണ്ട അടഞ്ഞടഞ്ഞ് എപ്പോഴും വരുന്നു. സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അടഞ്ഞു പോകുന്നു. എത്ര വയസ്സുണ്ട് കുട്ടിക്ക്? കുട്ടിക്കല്ല, എനിക്ക്. എന്താ ബുദ്ധിമുട്ട്? എന്താണ് പ്രശ്നം? എന്താണ് ഈ പുക? നമുക്ക് ഒരുമാതിരി ഈ സിഗരറ്റിന്റെ, ഈ ബീഡിയുടെ ഇങ്ങനെയൊക്കെയുള്ള പുക, പ്ലാസ്റ്റിക് സ്മെല്ലൊന്നും പിടിക്കാത്തില്ല. അതൊക്കെ പിടിക്കും ശ്വസിക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് അങ്ങ് നമുക്ക് ഒരു ശ്വാസം അടയ്ക്കുന്ന ആൾക്ക് തോന്നും. അപ്പൊ അതൊരു അലർജിയുടെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ പുകയും ഇതൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ അലർജിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം. അപ്പം മാക്സിമം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുക. അപ്പം പുകയൊക്കെ അടിക്കുന്ന സാഹചര്യമുണ്ട്, പൊടിയടിക്കുന്ന സാഹചര്യമുണ്ട്, മാസ്ക് ഉപയോഗിക്കാം. പിന്നെ അലർജിയുടേതായിട്ടുള്ള മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അതിൽ വ്യത്യാസം വരുന്നതായിരിക്കും. ശ്വാസം മുട്ടൽ അങ്ങനൊന്നും ഇല്ലല്ലോ? അതൊന്നുമില്ല. എനിക്ക് പൂ വെട്ടുന്ന ജോലിയാ. റോഡ് സൈഡിൽ നിന്ന്
നിൽക്കുന്നതിന്റെ ഒക്കെ ഉള്ള ഇത്. അപ്പൊ മാസ്ക് ഉപയോഗിച്ചാൽ മതി. അപ്പം ആ സമയത്ത് അപ്പം പൊടിയും അതൊന്നും അടിക്കാതെ നമുക്ക് ശ്രദ്ധിക്കാം. മാസ്ക് ഉപയോഗിക്കാം ആ സമയത്തൊക്കെ. ഭയങ്കര ഈ അത് അങ്ങനെ വരുമ്പോഴത്തേന് പെട്ടെന്ന് കഫക്കെട്ടുണ്ടാകും. അത് ഈ ഒരു ശ്വാസം മുട്ടൽ, ഒരു ആസ്മ പോലുള്ള രോഗത്തിലേക്കുള്ള ലക്ഷണങ്ങളാണ് അത് കാണിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതിനാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ മാസ്ക് ഒക്കെ ഉപയോഗിക്കുക. പിന്നെ നമ്മള് കൈകാലുകളൊക്കെ നന്നായിട്ട് കഴുകുക. പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കൈ വാഷ് ചെയ്യുക. അപ്പൊ അതൊക്കെ എപ്പോഴും വൃത്തിയായിട്ടാ വെച്ചേക്കുന്നത്. എന്നിട്ടും ഈ പൂവിനകത്ത് തന്നെ നമ്മൾ പെരുമാറുന്നോണ്ട് കയ്യിൽ ഗ്ലൗസ് പോലെ ധരിക്കാം നമുക്കത് ഉപയോഗിക്കുമ്പോ. അപ്പൊ അതിനകത്ത് ചെറിയ പ്രാണികളും ഒക്കെ കാണാം. അതൊക്കെ ചിലപ്പോൾ ഈ അലർജി പോലെയുള്ള ശ്വാസമുട്ടലൊക്കെ, ചുമയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഗ്ലൗസ് ഇട്ട് കെട്ടാൻ പറ്റത്തില്ല മാഡം. ഓക്കെ ഓക്കെ. അതാ നമ്മുടെ ഉപജീവനം ഇല്ലയോ, വേറെ വരുമാനമൊന്നും ഇല്ല നമുക്ക്. ഞാൻ എന്റെ ഹസ്ബൻഡ് ഇല്ല, ഞാൻ ഇതുകൊണ്ടാ വർഷങ്ങൾ കൊണ്ട് ജീവിക്കുന്നത്. അലർജിയുടെ മരുന്നുകൾ എടുത്താൽ ചിലപ്പോൾ വ്യത്യാസം വരും. അപ്പം അങ്ങനെ അലർജിയുടെ മരുന്നുകളും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കാം. അതുകൂടാതെ അലർജിയുടെ മരുന്നുകളും ട്രൈ ചെയ്യാം. എന്റെ മകളുടെ കൊച്ചിനും ഉണ്ട് ഈ തൊണ്ടടപ്പ്. എപ്പോഴും തൊണ്ട കാറി ഇരിക്കും, ചുമയും വിട്ടുമാറാത്ത. അത് ഫാമിലിയിൽ ഇപ്പൊ ഒരാൾക്ക് അലർജിയും ശ്വാസമുട്ടലും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ശ്വാസമുട്ടലിന്റെ ആസ്മയൊന്നും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ. അപ്പൊ ഈ നമുക്ക് എപ്പോഴും ഈ അലർജി എന്ന് പറഞ്ഞാൽ ശ്വാസമുട്ടലായിട്ട് തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ ചെറിയ മൂക്കൊലിപ്പായിട്ട്, തുമ്മലായിട്ട് വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ ചെറിയ ചുമ രീതിയിൽ അലർജി വരാറുണ്ട്. അപ്പൊ പല രീതിയിലും നമുക്ക് അലർജി വരാം, അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള അലർജി വരാം. അപ്പൊ ഒരേ രീതിയിൽ തന്നെ ശ്വാസം മുട്ടലായിട്ട് തന്നെ വരണം എന്നൊന്നുമില്ല. ഇല്ല, എനിക്ക് ഒരു കൊല്ലത്തിന് മുമ്പ് നമുക്ക് ഈ കൊറോണ കഴിഞ്ഞ് ഇച്ചിരി 2-3 മാസം കഴിഞ്ഞപ്പം എനിക്ക് ഡെങ്കിപ്പനിയൊക്കെ ആയിരുന്നു. ഓക്കെ ഓക്കെ. ഐസിയിലൊക്കെ ആയിരുന്നു, വെൻസിലായിരുന്നേ. അപ്പൊ ആ ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരിതാ. അപ്പൊ കൂടുതലും നമ്മുടെ ആ ഡെങ്കിപ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ചൊക്കെ ഒന്ന് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ബോഡി മൊത്തത്തിലൊന്ന് വീക്കാവും. അപ്പൊ വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നന്നായിട്ട് ആഹാരം കഴിക്കുക, ഭക്ഷണം കഴിക്കുക, നല്ല തിളപ്പിച്ച വെള്ളം കുടിക്കുക. അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വ്യക്തി ശുചിത്വം പാലിച്ചാൽ കുറെ അസുഖങ്ങളെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഡോക്ടർ, നമ്മൾ വാക്സിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുണ്ട്. നമുക്കൊരു കോൾ കൂടി എത്തിയിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് കൂടെ പോകാം. ഹലോ. നമസ്തേ. നമസ്കാരം. ഡോക്ടറോട് ഇരിക്കാൻ പരിപാടിയാണ്. അമ്മ ഡോക്ടറോട് സംസാരിച്ചോളൂ. ശരി, നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. പിന്നെ എനിക്കിപ്പം 1 മാസം കൊണ്ട് ഈ ഇത് കുരിയപ്പുഴയെന്ന് കൊച്ചാലുമുട്ടി രാധാമണിയമ്മയാ വിളിക്കുന്നത്. പറഞ്ഞോളൂ. പിന്നെ എനിക്ക് 1 മാസം കൊണ്ട് ഈ ചെവിക്കകത്തൊരു ചൊറിച്ചിലും പിന്നെ ഒരു ഏതോ അകത്തെന്തോ ഒരു കിടുകിടാന്നൊരു ശബ്ദം പോലെയും കേൾക്കാറുണ്ട്. എനിക്കേ കേൾക്കാവൂ, പക്ഷെ പുറത്ത് കേൾക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇങ്ങനെ ഒരു ശബ്ദം പോലെ കേൾക്കുന്നുണ്ട് ഈ ഇടത്തെ ചെവിക്ക്. അപ്പം ഞാൻ അതുകൊണ്ട് ഈ തലയൊക്കെ മിനിമം വെച്ചാ കുളിക്കുന്നത്. തോനെ വെള്ളമൊന്നും കോരിയൊഴിക്കത്തില്ല. അങ്ങനെ ഇപ്പം ഈ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ഒരു സൈസ് മരുന്ന്, ലോഷൻ, ശുദ്ധീകരിക്കുന്ന ഒരു സൈസ് ലോഷൻ തന്ന് അതൊഴിച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് ഈ ചെവിക്ക് ഇപ്പോഴും ഉണ്ട്, ചൊറിച്ചിലും ഉണ്ട്. പക്ഷെ ഞാനങ്ങനെ PNE കൊണ്ടുപോയി ENT കാണിച്ചു, ENT ഡോക്ടറെ കാണിച്ചു, PNN ഹോസ്പിറ്റൽ അഞ്ചാലുമൂട്ടില്. അപ്പൊ ഡോക്ടർ പിന്നെ എന്തൊക്കെ വെച്ച് ടോർച്ചൊക്കെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞില്ല, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. തക്കാലത്തേക്കുള്ള മരുന്ന്, അലർജിയുടെ ഈ പറഞ്ഞുകൊണ്ടൊന്ന് അലർജിയുടെ ഗുളികയൊക്കെ തന്ന് രാത്രി തിന്നുന്നതിന്. പക്ഷെ എനിക്കെങ്കിലും ഇപ്പോഴും ഇത് മാറിയിട്ടില്ല സാറേ. കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ കേൾവിക്ക് പ്രശ്നം പോലെ വല്ലതും ഉണ്ടോ? കേട്ടില്ല. കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കേൾക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കേൾവിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ എന്റെ സ്ഥിരം ജോലി വായനയാ. പുരാണ പാരായണം. കർക്കിടക മാസത്തില് ഈ 41 ദിവസമൊക്കെ വായന ഇടയ്ക്ക് വെച്ചാൽ ഡോക്ടറെ കാണാനൊക്കെ പോയത് വലിയ ബുദ്ധിമുട്ടാ. പക്ഷെ ഇനി അതിന്റെ വല്ലതും ആണോ സാറേ ഇത്? എനിക്കൊരു സംശയം. എന്തിന്റെയാണെന്നാ? ഈ ഭാഗവത വായന. ഒത്തിരി സൗണ്ട് കേട്ടാലും നമുക്ക് ഒത്തിരി സൗണ്ടിലുള്ള ഇത് നോയ്സ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിക്ക് കുറച്ചൊരു പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പം ഒത്തിരി നമ്മളിപ്പം ഒത്തിരി ലൗഡ് സ്പീക്കർ ഒക്കെ വെച്ചിട്ട് സൗണ്ട് നമ്മുടെ ചെവിയിൽ കണ്ടിന്യൂസ് അടിക്കുമ്പോൾ അതിന് നമുക്ക് ചെവിയിൽ പ്രശ്നം വരാറുണ്ട്. അപ്പൊ അതിന്റെയാണ് കേൾവിയൊക്കെ ഒന്ന് പരിശോധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ENT ഡോക്ടറെ തന്നെ കണ്ടിട്ട് അവിടെ എന്താണ് കറക്റ്റ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതിനനുസരിച്ച് ചികിത്സ കൊടുക്കാൻ പറ്റും. അപ്പൊ അലർജിയുടെ മരുന്നുകളും
ഒക്കെ ഒഴിച്ചിട്ടും കുറവില്ലെങ്കിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും. പക്ഷെ ഒരാഴ്ച ഒഴിച്ച ഈ ലോഷൻ ഒരാഴ്ച ഒഴിച്ചതേ ഉള്ളൂ, പിന്നെ ഒഴിച്ചില്ല. ഓക്കെ. അത് ഒഴിച്ചപ്പോ വ്യത്യാസം ഉണ്ടായിരുന്നു? എന്തെങ്കിലും വ്യത്യാസം തോന്നിയിരുന്നു? അത്തരം വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും അവര് ആ ചെറിയൊരു വീക്കായിട്ട് നിൽക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. ഓക്കെ. അതിൽ ചിലപ്പോൾ വാക്സ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മരുന്നൊഴിച്ചാൽ പുറത്ത് വരണമെന്നില്ല. അപ്പം ചിലപ്പോൾ നമുക്ക് ENT ഡോക്ടറെ കണ്ട് അത് വാക്സ് എടുത്ത് കളയേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിലും വ്യത്യാസം വരും. പിന്നെ ഈ സൗണ്ട് ഈ മറ്റുമായിട്ടുള്ള എന്തരല്ലേ പ്രവർത്തനമല്ലേ നമ്മുടെ ജോലി, മറ്റുമായിട്ടുള്ളതല്ലേ, അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഒത്തിരി ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ടുകൾ വരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് ചിലപ്പോൾ വരാറുണ്ട്. അത് ശരി. അപ്പൊ സാറത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ എനിക്ക് ഒരു ആശ്വാസമായി. ശരി ശരി, നമസ്കാരം സാറേ, ഇത്ര അറിഞ്ഞത് കൊണ്ട്. ശരി ശരി, നന്ദി. ശരി. നമ്മൾ പുതിയ തരം വാക്സിൻ ഏതൊക്കെയാണ് എന്നൊന്ന് പറയാമോ? അപ്പൊ വാക്സിനുകൾ നമുക്ക് കുട്ടികൾക്ക് ഗവൺമെന്റിലും പ്രൈവറ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പം അതില് നമ്മള് ജനിച്ച ഉടനെ കുട്ടികൾക്ക് നമ്മള് 3 വാക്സിനുകളാണ് കൊടുക്കുന്നത്. ഒന്ന് ട്യൂബർകുലോസിസിനെതിരെയുള്ള BCG വാക്സിൻ, പോളിയോക്കെതിരെയുള്ള ഓറൽ പോളിയോ വാക്സിൻ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. അപ്പൊ ഇത് 3ആണ് ജനിച്ച ഉടനെ കൊടുക്കുന്നത്. പിന്നീട് ജനിച്ചു കഴിഞ്ഞ് 1.5 മാസം, 2.5 മാസം, 3.5 മാസത്തില് ഒരേ വാക്സിനുകൾ അതിന്റെ ബൂസ്റ്ററുകളാണ്. അതായത് വരുന്നത് നമുക്കിപ്പം പെൻഡാവാലന്റ് എന്ന് പറഞ്ഞ ഒരു വാക്സിൻ ഉണ്ട്. അത് 5 അസുഖങ്ങൾക്കെതിരെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നതാണ്. അതൊന്നാണ് ഡിഫ്തീരിയ, തൊണ്ടയിൽ മുള്ള്, അതുപോലെ തന്നെ പെർട്ടൂസിസ്, വില്ലൻ ചുമ, ടെറ്റനസ്, അത് നമ്മുടെ പേശികളെയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസിന്റെ തന്നെ ബൂസ്റ്റർ ഉണ്ട്, ഹിബ് എന്ന് പറഞ്ഞ, അതായത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ B. അത് നമ്മുടെ ശ്വാസകോശത്തെയും അതുപോലെ തന്നെ തലച്ചോറിനെയൊക്കെ ബാധിക്കുന്ന ഒരു രോഗാണുമാണ്. അപ്പൊ അതിനെതിരെയുള്ള 5 വാക്സിൻ അതാണ്. പിന്നെ അത് കൂടാതെ തന്നെ പോളിയോയുടെ ബൂസ്റ്ററുകളും നമ്മൾ 1.5 മാസത്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം പുതുതായിട്ട് 2015 മുതൽ നമുക്ക് ന്യൂമോണിയയുടെ വാക്സിൻ, അതായത് ന്യൂമോകോക്കൽ വാക്സിൻ എന്ന് പറഞ്ഞത് ഗവൺമെന്റിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ റോട്ടാ വൈറസ് എന്ന് പറഞ്ഞത്, അതായത് വയറിളക്ക സംബന്ധമായ രോഗം ഉണ്ടാക്കുന്ന റോട്ടാ വൈറസിനെതിരെയുള്ള വാക്സിനും ഉണ്ട്. അപ്പൊ 1.5, 2.5, 3.5 മാസത്തിൽ ഇതിന്റെ ബൂസ്റ്ററുകളാണ് നമ്മൾ എടുക്കുന്നത്. അത് ഗവൺമെന്റിലും പ്രൈവറ്റിലും അങ്ങനെയാണ്. പിന്നെ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വ്യത്യാസം, നമുക്ക് ഈ 5 പകരം 6 അതായത് പോളിയോടെയും കൂടെ ചേർന്നിട്ടുള്ള 6 അസുഖങ്ങൾക്കെതിരെയുള്ള ഒറ്റ കുത്തിവയ്പ്പ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അതും ഉണ്ട്. പിന്നെ വരുന്നത് നമ്മൾ റുട്ടീനായിട്ട് വരുന്നത് 9-ാം മാസത്തില് വാക്സിൻ ഉണ്ട്. അതാണ് നമ്മുടെ മീസിൽസ് റുബെല്ല വാക്സിൻ. അതിന്റെ കൂടെ തന്നെ നമ്മൾ വൈറ്റമിൻ എയും കൊടുക്കുന്നുണ്ട്. പിന്നെ 16, 24 മാസം ആകുമ്പോൾ ഇതിന്റെ തന്നെ ഒരു ബൂസ്റ്റർ, MMRന്റെ ബൂസ്റ്റർ വരുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മുടെ DPTയുടെ ബൂസ്റ്റർ വരുന്നുണ്ട്. പിന്നെ 5 വയസ്സിലാണ്, 5 വയസ്സിൽ DPTയുടെ ബൂസ്റ്റർ. പിന്നെ 10 വയസ്സിൽ നമ്മളിപ്പോ TD ആണ് ഗവൺമെന്റിൽ കൊടുക്കുന്നത്. അപ്പൊ ഇത് കൂടാതെ നമുക്ക് പ്രൈവറ്റില് കുറച്ച് എക്സ്ട്രാ അഡീഷണൽ വാക്സിൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇതെല്ലാം കമ്പൽസറി ആയിട്ട് കുട്ടികൾ എടുത്തിരിക്കേണ്ട വാക്സിനാണ് ഇത്രയും പറഞ്ഞത്. ഇത് കൂടാതെ നമുക്ക് കുട്ടികളുടെ ഇൻഡിവിജ്വൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് വരുന്ന അസുഖങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് വേറെ വാക്സിൻ ഉണ്ട്. അതായത് ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞ അസുഖത്തിനെതിരെയുള്ള വാക്സിൻ, അതായത് 6-ാം മാസത്തിൽ നമുക്കത് കൊടുക്കാം. അതിന്റെ ബൂസ്റ്റർ 7-ാം മാസത്തിൽ വരുന്നുണ്ട്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിൻ, അത് 1 വയസ്സിലാണ് കൊടുക്കുന്നത്. പിന്നെ വെരിസെല്ല, അതായത് ചിക്കൻ പോക്സിന്റെ വാക്സിൻ ഉണ്ട്, അത് 15-ാം മാസത്തിലാണ് കൊടുക്കുന്നത്. ഇതിനെല്ലാം ബൂസ്റ്ററുകളും ഉണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളിപ്പം വരുന്ന ഒന്നാണ് ഈ HPV വാക്സിൻ, അതായത് സ്ത്രീകളിൽ സർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു രോഗാണുവാണ്. അപ്പൊ അതിനെതിരെയുള്ള വാക്സിൻ അവൈലബിൾ ആണ്. അപ്പൊ അത് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഭാവിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അത് 10 വയസ്സിലും 10.5 വയസ്സിലാണ് നമ്മൾ അതിന്റെ വാക്സിൻ കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന വാക്സിനുകളും എക്സ്ട്രാ ഉള്ള വാക്സിനുകളും. ഡോക്ടർ, ഇത് തന്നെയാണോ ഈ കുട്ടികൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന വാക്സിന്റെ ഒരു ക്രമം എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ അഥവാ ഇനിയിപ്പോ പുതിയ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്താൽ മാറ്റം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? നമ്മളിപ്പം ഇപ്പോഴത്തെ ഷെഡ്യൂളിൽ കുറച്ച് വ്യത്യാസങ്ങൾ, അതായത് ഗവൺമെന്റിന്റെ ഷെഡ്യൂൾ ഇങ്ങനെ കാരണം ഫ്രീ ആയിട്ടാണ് നമുക്ക് ഗവൺമെന്റിൽ എല്ലാ വാക്സിനും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം എല്ലാം കോസ്റ്റും കൂടെ പരിഗണിച്ചിട്ട് പുതിയ വാക്സിനുകൾ അഡീഷണൽ ആയിട്ട് ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് PCV, അതായത് ന്യൂമോകോക്കൽ വാക്സിൻ, റോട്ടാ വൈറസ് വാക്സിനൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്ത വാക്സിനുകളാണ്. അപ്പം അതിന്റെ ബൂസ്റ്ററുകളും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഷെഡ്യൂളിൽ, ആദ്യത്തെ ഷെഡ്യൂളിൽ 6 ആഴ്ച 14 ആഴ്ച നമ്മളത് കൊടുത്ത് 9-ാം മാസത്തിൽ ബൂസ്റ്ററും കൊടുക്കുന്നതായിരുന്നു. പിന്നെ ഈ അതുപോലെ തന്നെ ഈ ജാപ്പനീസ് ഇൻഫ്ലുവൻസ, അതായത് ജപ്പാൻ ജ്വരം എന്ന് പറഞ്ഞ അസുഖത്തിന്, അത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല. ഈ തിരുവനന്തപുരം, ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ അതിന്റെ വാക്സിനുകളും കൊടുക്കുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഇങ്ങനെ ഓരോ വർഷം വന്നുകൊണ്ടിരിക്കും. ഓരോ പുതിയ വാക്സിനുകളും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അത് വ്യത്യാസം വരുന്നുണ്ട്.
ഇത് കൂടാതെ കുട്ടികൾക്ക് പ്രത്യേക പ്രതിരോധ കുത്തിവയ്പ്പുകൾ വേറെ ആവശ്യമായി വരുന്നുണ്ടോ? അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ റുട്ടീൻ ഷെഡ്യൂളിൽ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് അസുഖങ്ങളെ കവർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് നമ്മുടെ കുട്ടിക്ക് കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ വേണം. നമ്മുടെ കുട്ടിക്ക് എപ്പോഴും അസുഖം കൂടുതലായിട്ട് ഈ നമുക്ക് എന്തെങ്കിലും ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹാർട്ടിന് അസുഖം, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് ഈ ഇൻഫ്ലുവൻസ പോലുള്ള വാക്സിൻ, അതായത് ഈ ശ്വാസകോശത്തെ എപ്പോഴും ഈ ചുമ കഫക്കെട്ട് എന്നൊക്കെ പറയുന്ന വരുന്ന കുട്ടികൾക്ക് ഈ ഒരു വാക്സിൻ വെച്ചിട്ട് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പം ഈ ഓപ്ഷണലായിട്ട് വരുന്ന വാക്സിനുകൾ നമുക്ക് അവർക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. പകർച്ചാരോഗങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുമാണ് നമ്മളിപ്പോൾ എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മാസം തികയാത്ത കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ ഒക്കെ എടുത്ത് തുടങ്ങുന്നത് വളരെ താമസിച്ചിട്ടാണ്. അത് എത്രത്തോളം സേഫ് ആണ് കുട്ടികൾക്ക് ഇത്തരം വാക്സിൻ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന താമസിക്കുമ്പോഴത്തേക്കും? നമ്മള് വാക്സിൻ എപ്പോഴും സേഫ് ആണ്. കാരണം വാക്സിനുകൾ നമ്മളിപ്പം ഒരു വാക്സിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം മൃഗങ്ങളിൽ പരീക്ഷിക്കും, അതിനുശേഷം മനുഷ്യരിൽ പരിശോധിക്കും, അതിനുശേഷമാണ് നമ്മൾ വാക്സിൻ പുറത്തിറങ്ങുന്നത്. ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലെടുക്കും ഒരു വാക്സിൻ കണ്ടുപിടിച്ച് അത് നമുക്ക് നമ്മുടെ കുട്ടിയിലോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ കൊടുക്കാൻ എത്തുന്നത്. അതിന് വ്യത്യാസമായിട്ട് വന്നത് കോവിഡ് വാക്സിൻ ആണ്. അപ്പൊ ഈ വാക്സിൻ മാസം തികയാതെ പിറക്കുന്ന കുഞ്ഞുങ്ങളായാലും എല്ലാ നോർമൽ ആയിട്ടുള്ള വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങളാണേലും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് പ്രതികരിക്കുന്നത്. അപ്പൊ ചിലർക്ക് അതിന് അലർജിക് റിയാക്ഷൻ വരാം, ചിലർക്ക് പനി വരാം. അപ്പൊ അത് എല്ലാ കുട്ടികൾക്കും ഒരുപോലാണ്. പിന്നെ വെയിറ്റ് ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് കുറച്ചുകൂടെ അവർക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് കാരണം ഈ റിയാക്ഷൻസ് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത. അപ്പൊ അത് അവർക്ക് വൈകും തോറും, അതാണ് എന്റെ ഒരു ചോദ്യം തന്നെ. അതായത് ഇപ്പൊ നമ്മൾ ആ കുത്തിവയ്പ് എടുക്കാൻ വൈകും തോറും അവർക്ക് ഈ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ എന്നുള്ള ഒരു മാസം തികയാത്ത കുട്ടികൾക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും ഈ ഏകദേശം ഒരു വെയിറ്റ് ഒക്കെ വെച്ചാൽ മാസം തികഞ്ഞില്ലെങ്കിൽ പോലും വെയിറ്റ് അഡിക്വേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കാം. ആ ഒരു ഡേറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് നമുക്ക് ആ ഒരു ഡേറ്റ് വെച്ചിട്ട് പിന്നീടുള്ള വാക്സിനും കൊടുക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു മിനിമം വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാക്സിൻ കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരുവിധം അവർക്ക് വേണ്ടിട്ടുള്ള കുത്തിവയ്പ്പുകളൊക്കെ ഒരുവിധം തന്നെ 5 വയസ്സിനുള്ളിൽ എല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും നമുക്കറിയാം, സ്കൂളിൽ നിന്നാണ് കൂടുതലും കുട്ടികൾക്ക് അസുഖങ്ങൾ പകരുന്നത്, അല്ലെ? ചെറിയ ജലദോഷം മുതൽ പല രോഗങ്ങൾ ഇപ്പോ കുട്ടികൾക്ക് കിട്ടുന്ന സ്കൂളിൽ നിന്നാണ്. അതെന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ഒരു പകരുന്ന സാഹചര്യം വരുന്നത്? കാരണം പ്രതിവിധിയും കാണണമല്ലോ. അറിയാം, നമ്മള് ഒരു 5 വയസ്സ് വരെ കുട്ടി കൂടുതലും വീട്ടിലുള്ള ചുറ്റുപാടിലാണ് വളരുന്നത്. അപ്പം അതിന് പുറത്ത് പിന്നെ 5 വയസ്സ് കഴിയുമ്പോൾ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ ഒരു പുതിയ ഓരോ രോഗാണുക്കൾക്ക് അവർക്ക് എക്സ്പോഷർ വരികയാണ്. അപ്പം അതിന്റെ എതിരെയുള്ള അവർക്ക് പ്രതികരിക്കുമ്പോഴാണ് പനിയും മറ്റു ലക്ഷണങ്ങളും ഒക്കെ വരുന്നത്. അപ്പം പിന്നെ കുറച്ച് അതുമായിട്ട് അവർക്ക് അതിന്റെ ഇമ്മ്യൂണിറ്റി, അതായത് അതിനെതിരെയുള്ള നമ്മുടെ ആന്റിബോഡീസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ അത്ര തീവ്രമായിട്ട് വരണമെന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾ എപ്പോഴും അടുത്തടുത്ത് മിങ്കിൾ ചെയ്യുന്നതാണ്. എപ്പോഴും ഒരാള് യൂസ് ചെയ്യുന്ന ടവലൊക്കെ മറ്റൊരാൾ ഷെയർ ചെയ്യാറുണ്ട്. മാസ്ക് അതുപോലെ തന്നെ കോവിഡിന്റെ സമയത്തൊക്കെ മാസ്ക് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ എപ്പോഴും ക്ലോസ് ആയിട്ടാണ് അവരുള്ളത്. അപ്പൊ അത് കൂടുതലും സ്പ്രെഡ് ചെയ്യാനുള്ള ഇൻഫെക്ഷൻസ്, ഇങ്ങനെ ക്ലോസ് കോണ്ടാക്ട് വഴിയുള്ള ഇൻഫെക്ഷൻസും സ്പ്രെഡ് ചെയ്യാനുള്ള, അതുപോലെ തന്നെ നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ അതിനകത്തൂടെ ബാക്ടീരിയയും വൈറസും ഒക്കെ മറ്റു കുട്ടികളിലേക്കും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടർ, അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നതോടൊപ്പം തന്നെയാണല്ലോ അമ്മമാർക്കും അതേപോലെ സ്ത്രീകൾക്കും ഒക്കെ ഇത്തരം പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ലേ? ഉണ്ട്. അതായത് നമ്മള് കുഞ്ഞ് ജനിച്ച് പുറത്തു വരുന്നത്, കുഞ്ഞിന് അമ്മയുടെ വയറ്റിൽ നിന്ന് കിട്ടുന്ന കുറെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് അമ്മയ്ക്ക് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു 6 മാസം വരെ കുഞ്ഞിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മ നമ്മള് കമ്പൽസറി ആയിട്ട് എടുത്തിരിക്കേണ്ടതാണ്. നമ്മള് TT എന്ന് പറഞ്ഞ TTയുടെ ഇഞ്ചക്ഷൻ ഇപ്പൊ നമ്മള് TDAP എന്ന് പറഞ്ഞൊരു രൂപത്തിലാണ് കൊടുക്കുന്നത്. അതായത് ടെറ്റനസിന് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡിഫ്തീരിയ, അതുപോലെ പെർട്ടൂസിസ്. കാരണം ഇപ്പൊ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ ഡിഫ്തീരിയയുടെ ഒക്കെ ഔട്ട് ബ്രേക്ക് വന്നു, അതായത് പ്രായമായവരിലൊക്കെയാണ് കൊടുക്കുക. കാരണം ആ വാക്സിനേഷന്റെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വന്നിട്ട് അവർക്ക് രോഗങ്ങൾ കണ്ടതിനെ തുടർന്ന് അപ്പം അതിന്റെ വാക്സിനാണ് ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഷെഡ്യൂളിൽ കൊടുക്കുന്നത്. അപ്പം ആ TDAP എന്ന് പറഞ്ഞ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ആ ഒരു 6 മാസം വരെ അതിന്റെ പ്രൊട്ടക്ഷൻ
കിട്ടുന്നുണ്ട് ആ ഒരു അസുഖങ്ങളിൽ നിന്ന്. അതുപോലെ തന്നെ സ്ത്രീകൾ എടുത്തിരിക്കേണ്ട ഒരു നേരത്തെ പറഞ്ഞ പോലെ HPV വാക്സിൻ എന്ന് പറഞ്ഞാൽ അതിപ്പം കുറെ അവയർനെസ് വരുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പൊ അത് നമ്മൾ സ്ത്രീകളിൽ ഈ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവുന്നതിന് വളരെ വലിയ ഒരു കാരണമാണ് ഈ HPV എന്ന് പറഞ്ഞ വൈറസ്. അപ്പം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് അതിന്റെ പേര്. അപ്പം ഈ ഇൻഫെക്ഷൻ വന്നിട്ട് ഏകദേശം ഒരു 20 വർഷത്തോളം എടുക്കും ആ ഒരു ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു രോഗത്തിലേക്ക് എത്താനായിട്ട്. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഈ വാക്സിൻ എടുത്താൽ അതിപ്പോ സാധാരണയായിട്ട് നമുക്കിപ്പം 9 വയസ്സുള്ള കുട്ടിക്ക് തൊട്ട് ഈ വാക്സിൻ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഒരു 9 മുതൽ 14 വയസ്സ് വരെയാണ് കുട്ടിക്ക് എടുക്കുന്നതെങ്കിൽ 2 ഡോസ് മതിയാവും. അതിന് മുകളിലാണെങ്കിൽ 3 ഡോസ് എടുക്കേണ്ടി വരും. അപ്പൊ എത്രയും നേരത്തെ നമ്മൾ ആ വാക്സിൻ എടുക്കുന്നു അത്രത്തോളം ഈ സെർവിക്കൽ ക്യാൻസർ പോലുള്ള മാരകമായുള്ള രോഗങ്ങളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. നമ്മളിപ്പോ ഇന്ന് പകർച്ചരോഗങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുമാണ് സംസാരിച്ചത് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ. അപ്പോൾ നമ്മുടെ പരിപാടി ഇന്നിപ്പോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അവസാനമായിട്ടുള്ള ചോദ്യം, ഈ പകർച്ചവ്യാധി സമൂഹത്തിനൊരു വെല്ലുവിളിയാണ്. അതെ, എക്കാലത്തും വെല്ലുവിളിയാണ്. നമ്മളിപ്പം ആദ്യം കണ്ടുപിടിച്ചത്, അതായത് ഈ വസൂരി രോഗം മുതൽ ഇന്നിപ്പോ എത്തിയിരിക്കുന്ന കൊറോണ വരെയുള്ള ഓരോ അസുഖങ്ങളും അത് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് ആ ഒരു സമയത്ത്. അപ്പം അതിനെതിരെയുള്ള ഈ കുത്തിവയ്പ്പുകളൊക്കെ പല ആൾക്കാരും കണ്ടുപിടിച്ചത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും സേഫ് ആയിട്ട്, ഇപ്പൊ കോവിഡിന്റെ തന്നെ നമുക്കൊരു കൺട്രോൾ കിട്ടിയ വാക്സിനൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും രോഗം വരാതെ നോക്കുന്നതാണ്. അപ്പൊ രോഗം വരാതെ നോക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശുചിത്വം പാലിക്കുക. അതുപോലെ തന്നെ നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മുടെ കുട്ടികൾക്ക് എല്ലാ കുത്തിവയ്പ്പും കൃത്യമായിട്ടുള്ള, ഇപ്പൊ നമുക്ക് ഈ ഗവൺമെന്റ് തന്നെ മാതൃശിശു സംരക്ഷണ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ കുത്തിവയ്പ്പ് ഏതൊക്കെ പ്രായത്തിലാണ് എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും ഒക്കെ ആണെങ്കിലും ഏതൊക്കെ സമയത്ത് ഏതൊക്കെ കുത്തിവയ്പ്പ് എടുക്കണമെന്ന് അവരെ കൃത്യമായിട്ട് ഫോണിൽ വിളിച്ച് എടുത്തോ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ അത് അവർ പറയുന്ന ഒരു കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ വാക്സിൻ എടുക്കുക. അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇന്ന് കാണുന്ന പല രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കും. പക്ഷെ പുതിയ പുതിയ രോഗാണുക്കൾ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് പിന്നീട് നോക്കാം. നമുക്കിപ്പോൾ ഉള്ള അസുഖങ്ങള് വാക്സിനുകളും ഒക്കെ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അതുവഴി നമുക്ക് ഒരു നല്ല ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാനാവും. വളരെ സന്തോഷമുണ്ട് ഡോക്ടർ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ. അപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ അലീന നൌഷാദ് ആയിരുന്നു, മെഡിട്രീന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിക്സ്. പകർച്ചരോഗങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുമായിരുന്നു ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ നമ്മൾ സംസാരിച്ചിരുന്ന വിഷയം. വളരെ സന്തോഷത്തോടെ നന്ദി പറയുന്നു ഡോക്ടറിന്. പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ഡോക്ടറോടൊപ്പം ശ്രീലക്ഷ്മി MS.